KSRTCയിൽ ഒരു ഉല്ലാസയാത്ര. ഞങ്ങളപ്പോൾ സ്റ്റാൻഡിലെത്തിയിരിക്കുകയാണ്. ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നമ്മുടെ ബസ് ഇപ്പോൾ വരും. അപ്പം നമുക്ക് മനോഹരമായ വീഡിയോസ് കാണാം. KSRTCയിൽ ഒരു ഉല്ലാസയാത്ര വീണ്ടും. കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ നമ്മുടെ ആനവണ്ടിയിൽ ഒരു ഉല്ലാസയാത്രയ്ക്ക് പോവുകയാണ്. ഈ ഉല്ലാസയാത്ര ഒരുപാട് നാളായിട്ട് ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തതായിരുന്നു. ഇപ്പോഴാണ് നമുക്ക് ഒത്തു വന്നത്. ഇപ്പോൾ നമ്മളുള്ളത് കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിലാണ്. നമ്മുടെ ബസ് ഇപ്പം ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. 5 മണിക്കാണ് പറഞ്ഞതെങ്കിലും 5:30 നമ്മുടെ ബസ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ. അപ്പം നമ്മൾ പോകുന്നത് കുറച്ച് ദൂരത്തേക്കാണ്. നമ്മുടെ തൊട്ടടുത്ത ജില്ലയാണെങ്കിലും കുറച്ച് ദൂരമുണ്ട് അങ്ങോട്ട്. അതുമാത്രമല്ല, കുറച്ച് റിസ്ക് പിടിച്ചൊരു യാത്രയാണ്. അപ്പോൾ യാത്രയുടെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ഞാൻ വഴിയെ പറയുന്നതായിരിക്കും. നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിച്ചോളൂ. മനോഹരമായ കാഴ്ചകളടങ്ങിയ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ആനവണ്ടിയിൽ ഒരു ഉല്ലാസയാത്ര. ഇത് 3-ാം തവണയാണ് ഞാൻ ഈ യാത്രയിൽ പങ്കെടുക്കുന്നത്. ഇപ്രാവശ്യത്തെ യാത്രയ്ക്ക് എൻ്റെ കൂടെ ഒരാളെയും കൂടെ ഞാൻ കൂട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, സിഗ്മേഷ്. എൻ്റെ കുറച്ച് വീഡിയോസിലൊക്കെ സിഗ്മേഷ് ഉണ്ട്. പിന്നെ നമ്മുടെ ഇതിനു മുമ്പത്തെ ഉല്ലാസയാത്രയുടെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. വെളുപ്പിനുള്ള യാത്രയാണ്. ആട്ടും പാട്ടും അങ്ങനെ ഒരു തട്ട് പൊളിപ്പൻ യാത്രയാണ്. ഈ ഉല്ലാസയാത്രയിലൊക്കെ പങ്കെടുക്കാത്തവർ കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് അടിപൊളി സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പറ്റും. KSRTCയുടെ ഈ ബഡ്ജറ്റ് ടൂറിൽ പങ്കെടുത്താൽ മതി. വേറൊരു വൈബാണ് അത്. ഈ യാത്ര ചെയ്തവർക്ക് മാത്രമേ അതിൻ്റെ ഒരു സുഖം അറിയുള്ളൂ. ഈ യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ, അതായത് ഫാമിലി ആയിട്ടോ ഒറ്റയ്ക്കോ കൂട്ടുകാരായിട്ടൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ, വളരെ കുറഞ്ഞ ചിലവിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിലോട്ട് യാത്ര ചെയ്യാനായിട്ട് കുറഞ്ഞ പൈസ മതി. ആനവണ്ടിയെ ആശ്രയിച്ചാൽ മതി. അതുമാത്രമല്ല, വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ സാധാരണ പ്രൈവറ്റ് ടൂർ ഏജൻസികൾ പോകാത്ത സ്ഥലത്തൊക്കെ നമ്മുടെ KSRTC പോകും. അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഈ നമ്മൾ പോകുന്ന സ്ഥലത്ത് പ്രൈവറ്റ് ടൂർ ഏജൻസികളൊക്കെ വരവ് കുറവാണ്. കാരണം അങ്ങനെയുള്ള ബസ്സുകളൊന്നും അവർ കയറ്റാറില്ല. കുറച്ച് റിസ്ക് പിടിച്ച സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. പക്ഷെ നമ്മുടെ ആനവണ്ടി ഏതിലെ വേണമെങ്കിലും പോകും. അത് വേറെ കാര്യം. KSRTCയുടെ പ്രൊമോഷൻ അല്ല കേട്ടോ അത്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഞാനിപ്പം ഇതിനു മുന്നേ യാത്ര ചെയ്തത് നെല്ലിയാമ്പതിയാണ്. നെല്ലിയാമ്പതി ആ മുകളിലോട്ട് നമ്മുടെ KSRTC ബസ് മാത്രമേ അങ്ങോട്ട് പോകാറുള്ളൂ. പിന്നെ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ട്രാവലറോ അല്ലെങ്കിൽ ജീപ്പോ കാറൊക്കെയാണ് പോവുക, ബൈക്കൊക്കെ. അല്ലാതെ പ്രൈവറ്റ് ബസ്സുകൾ അങ്ങോട്ട് പോയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. ഞാൻ പോയി കണ്ട് അറിഞ്ഞുകൊണ്ട് പറയുന്നതാണ്. KSRTC ബസ് മാത്രമേ അങ്ങോട്ട് പോകാറുള്ളൂ. അങ്ങനെ നമ്മളിപ്പം വടകര വരെ എത്തിയിട്ടോ. വടകര എത്തിയപ്പോഴത്തേന് ചെറുതായിട്ടൊക്കെ നേരം വെളുത്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് സ്ഥലത്തൂടെ ആണ് പോകുന്നത്. അപ്പോൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞാൻ ഏതാണെന്ന് പറഞ്ഞുതരാം. പ്രധാനപ്പെട്ട ടൗണുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചും തരാം, പറഞ്ഞു തരാം. ഇതിപ്പം വടകര ബസ് സ്റ്റാൻഡ് കഴിഞ്ഞു. ഇതാണ് ബസ് സ്റ്റാൻഡ്.
നമ്മുടെ ഈ ഉല്ലാസയാത്രയിൽ 35 പേരാണ് ഉള്ളത്. പിന്നെ കണ്ടക്ടറുണ്ട്, നല്ല സപ്പോർട്ടിംഗ് ആണ്. അതേപോലെ തന്നെ ഡ്രൈവറും. നമുക്ക് കിട്ടിയിരിക്കുന്ന ഡ്രൈവർ ചേട്ടൻ നല്ല അടിപൊളി ചേട്ടനാട്ടോ. ഇപ്പം നമ്മൾ ഈ കാണുന്ന ടൗണാണ് പാനൂർ. നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. പിന്നെയും വീഡിയോ ചെയ്യാനുള്ള പ്രചോദനവും നിങ്ങളാണ്. അപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇതാണ് കൂത്തുപറമ്പ്. കൂത്തുപറമ്പിൻ്റെ മുന്നിൽ കൂടിയാണ്, സ്റ്റാൻഡിൻ്റെ അതിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉല്ലാസയാത്ര എങ്ങോട്ടാണെന്നറിയാമോ? കണ്ണൂർ ജില്ലയിലേക്കാണ്. കണ്ണൂർ ജില്ലയിൽ ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും 4500 അടി ഉയരത്തേക്കൊരു യാത്രയാണ്. സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? നമ്മൾ പോകുന്ന സ്ഥലം പൈതൽ മലയ്ക്കാണ്. കൂടാതെ ഏഴരക്കുണ്ട്, അതുപോലെ തന്നെ പാലക്കായം തട്ട്, ഈ സ്ഥലങ്ങളാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യാത്ര ചെയ്ത് മട്ടന്നൂർ എത്തിയിട്ടുണ്ട്. നമ്മൾ മട്ടന്നൂർ, ശ്രീകണ്ഠപുരം, അങ്ങനെ പോയി കുടിയാമല, പൈതൽമല, അങ്ങനെയാണ് യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. KSRTCയിലാണല്ലോ. പിന്നെ നമുക്ക് ആദ്യമായിട്ടായതുകൊണ്ട് റൂട്ടൊന്നും അറിയത്തില്ല. കേട്ട ഒരു പരിചയം മാത്രമേ ഉള്ളൂ. പൈതൽമല, അതേപോലെ തന്നെ ഏഴരക്കുണ്ടൊക്കെ. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മറ്റുള്ളവരുടെ. അപ്പോൾ നമ്മളിന്നത് നേരിട്ട് കണ്ട് ആസ്വദിക്കാൻ പോവുകയാണ്. KSRTCയിൽ ഇങ്ങനെ യാത്ര ചെയ്യാന്ന് വെച്ചാൽ അത് വേറൊരു വൈബാണ്. ഞാൻ അധികം ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആളാണ്. ഫാമിലിയായിട്ട് ചെയ്യാറുണ്ടെങ്കിൽ കൂടുതൽ ഒറ്റയ്ക്കാണ്. അതും ഞാൻ പൊതുഗതാഗതമാണ് കൂടുതലും തിരഞ്ഞെടുക്കാറ്. KSRTC അല്ലെങ്കിൽ ട്രെയിൻ, അതൊക്കെയാണ് നമ്മുടെ പ്രധാന യാത്രാമാർഗം. ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടാവും ഞാൻ എന്തിനാണ് ഈ റോട്ടിലൂടെ വണ്ടി ഓടുന്നത് കാണിക്കുന്നതെന്ന്. ഇതൊരു പ്രത്യേക കാഴ്ചകളാണ്. ആ നല്ല ഭംഗിയുള്ള റോഡ്, രണ്ട് വശവും നല്ല അടിപൊളി കാഴ്ചകളും. അപ്പോൾ അത് നിങ്ങളുമായിട്ട് പങ്കുവച്ചില്ലേ പിന്നെ നമ്മളെന്തിനാണ് ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്, അല്ലേ? അതുകൊണ്ടാണ് നമ്മുടെ യാത്രയിലെ മനോഹരമായ കാഴ്ചകൾ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. അതിനുള്ള സപ്പോർട്ടിങ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണേ. ആദ്യം ഒന്ന് ലൈക്ക് അടിക്കുക, പിന്നെ വേണ്ടപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമായി. ഞങ്ങൾ കഴിക്കുന്നത് പൂരിയും മസാലക്കറിയുമാണ്. അപ്പം ഇതൊന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ചായ കുടിക്കാൻ കയറിയത് ഹോട്ടലാണത് ഇപ്പോൾ കണ്ടത്. നമ്മളിവിടെ ചായ കുടിക്കാൻ കയറിയ ഹോട്ടലാണിത്. സമയം നമ്മൾ വിചാരിച്ചതിനാട്ടി കുറച്ചുകൂടിയൊക്കെ മാറിയിട്ടുണ്ട്. ഒരുപാട് ലേറ്റായി, ചായ ടൈമൊക്കെ ഒരുപാട് ലേറ്റായി. തളിപ്പറമ്പിനടുത്തെത്തിയാണ് തോന്നുന്നു. ഇരിക്കൂർ കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. സ്ഥലത്തിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല. ഇനി നമ്മുടെ ബസ്സൊന്ന് കാണിച്ചു തരാം. രണ്ടാം കൂടെ കേട്ടോ യാത്ര. സിക്മേഷ് നമ്മുടെ ഇതിനു മുന്നുള്ള കുറച്ച് വീഡിയോസിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം വീണ്ടും യാത്ര തുടർന്നു. നമ്മുടെ യാത്രയിൽ എത്ര രൂപയായെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാവേ. നമുക്കിതിന് വരുന്നത് കോഴിക്കോട് നിന്നും പൈതൽമല യാത്രയ്ക്ക് 730 രൂപ യാത്രാക്കൂലി വരുന്നുണ്ട്. KSRTCക്ക് കൊടുക്കണം. കൂടാതെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ അത് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കണം. സ്നാക്സ്, വൈകുന്നേരത്തെ സ്നാക്സിനും.
അതുകൂടാതെ നമ്മൾ പൈതൽമലയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ ഏഴരക്കുണ്ടിലോട്ട് പോകണം. ഏഴരക്കുണ്ടിലോട്ട് പോകണമെങ്കിൽ അവിടുത്തെ ടിക്കറ്റ് ചാർജ്, പൈതൽമലയിലെ ടിക്കറ്റ് ചാർജ്, അതുപോലെ തന്നെ ജീപ്പിൻ്റെ കൂലി, അതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകും. അങ്ങനെയാണ് ഇവരുടെ പാക്കേജ്. ചില യാത്രകൾക്ക് KSRTCയുടെ ഫുഡ് പാക്കേജ് അടക്കം വരും. ഇത് പിന്നെ ഒരു ഫുഡ് നമുക്ക് സെപ്പറേറ്റ് പറയാൻ കാരണമുണ്ട് കേട്ടോ. വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം, അല്ല ചെയ്യുന്നവർക്കൊക്കെ അറിയാം, കോപ്പിറൈറ്റ് എന്നൊരു സംഭവമുണ്ട് യൂട്യൂബിൽ. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ പാട്ടിട്ട് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് അടിക്കും. അതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ മ്യൂസിക് വരുന്നത്. ആവേശത്തിൽ ആ പാട്ടിട്ടാണ് തട്ടുപൊടിപ്പൻ ഡാൻസ്. പക്ഷേ എനിക്ക് ആ പാട്ട് ഇവിടെ ഓണാക്കാൻ ഒരു നിവൃത്തിയില്ല, കാരണം കോപ്പിറൈറ്റ് ആണേ. ഇപ്പോൾ നമ്മളെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് പയ്യാവൂർ ടൗണിൽ കൂടെയാണ്. പയ്യാവൂർ KSRTC ടൂർ ഓപ്പറേറ്റർമാരെ വിളിച്ചു കഴിഞ്ഞാൽ എവിടേക്കൊക്കെ യാത്രയുണ്ട്, ഏതൊക്കെ ദിവസങ്ങളിലാണെന്നൊക്കെ നമുക്കറിയാൻ കഴിയും. അതിൻ്റെ നമ്പർ വേണമെങ്കിൽ ഞാൻ ഇതിനടിയിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ അവരെ വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ്. KSRTCയുടെ ബഡ്ജറ്റ് ടൂർ ഉപകരിക്കും എല്ലാവർക്കും. ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ, പെണ്ണിന്റെ കൊട്ടലേ നെയ്യുള്ള വിളക്കണ മീനാണേ. നമ്മൾ യാത്ര ചെയ്ത് ഇപ്പോൾ പൈതൽമലയോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് തൊട്ടടുത്തുള്ള കുടിയാൻമല എന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. അതിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള റോഡുകൾ വളരെ ഇടുങ്ങിയതാണ്. ഒരു വണ്ടിക്ക് പോകാനുള്ള റോഡേ ഉണ്ടാവുള്ളൂ കേട്ടോ. വളരെ ചെറിയ റോഡാണ്, അതും നല്ല കയറ്റമാണ്. അങ്ങനത്തെ റിസ്ക് പിടിച്ച റൂട്ടാണ് ഇനിയും അങ്ങോട്ടുള്ളത്. പക്ഷേ ഒരു ഒന്നൊന്നര കാഴ്ചകളാണ് നമുക്ക് ആ യാത്രയിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ പോകുന്നത് സമുദ്രനിരപ്പിൽ നിന്നും 4500 അടി ഉയരമുള്ള പൈതൽ മലയാണ്. അതാണ് നമ്മുടെ ഫസ്റ്റ് വ്യൂ പോയിൻ്റ്. അപ്പോൾ നമുക്ക് ആദ്യം പൈതൽ മലയിലെ കാഴ്ചകളാണ് കാണേണ്ടത്. അവിടേക്കുള്ള യാത്രയാണ്. സ്വന്തമായി വണ്ടികളൊക്കെ എടുത്ത് അല്ലെങ്കിൽ ബൈക്കിനൊക്കെ വരുന്നവർ ഈ റൂട്ടിൽ തന്നെയാണ് ഏഴരക്കുണ്ട് വാട്ടർഫാൾസ് ഉള്ളതും. അതുപോലെ തന്നെ പാലക്കായം തട്ടും നമുക്ക് ഇതിന് തൊട്ടടുത്ത് തന്നെയാണ്. അധികം ദൂരമൊന്നുമില്ല. ഈ 3 സ്ഥലവും അടുത്തടുത്ത സ്റ്റേഷനുകളാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. കണ്ണൂർ ജില്ലയിൽ ഒരുപാട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്. അതിൻ്റെ കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ നമ്മുടെ ചാനൽ കയറി കണ്ടോളൂ കേട്ടോ. അതേപോലെ കണ്ണൂർ കോട്ട, അതുപോലെ തന്നെ മാട്ടൂൽ പെറ്റ് സ്റ്റേഷൻ,
നമ്മുടെ പയ്യാമ്പലം ബീച്ച്, അതുപോലെ തന്നെ നമ്മുടെ സ്നേക്ക് പാർക്ക്, അങ്ങനെ ഒരുപാട് വീഡിയോസ്, തലശ്ശേരി കോട്ട, മുഴുപ്പിലങ്ങാട് ബീച്ച്, അങ്ങനെ ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ണൂരിൽ ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിലേക്ക് നമ്മുടെ പൈതൽ മലയും ഏഴരക്കുണ്ടും പാലക്കായും തട്ടൊക്കെ കയറി വരും. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വെച്ചോളൂ. ഒരിക്കൽ കൂടി പറയുകയാണ്, ലൈക്ക് അടിച്ചോളൂ. മനോഹരമായ വീഡിയോസാണ്, ഒരുപാട് കാഴ്ചകളുമുണ്ട്. മലയുടെ മുകളിലേക്ക് പോകും തോറും കാഴ്ചകളുടെ ഒരു വസന്തം കണ്ടില്ലേ? എന്താ മനോഹരമായ കാഴ്ചകൾ, നോക്കി നോക്ക്. ഒരു രക്ഷയില്ല. ഇപ്പോഴും മഞ്ഞിറങ്ങിക്കൊണ്ടിരിക്കുന്ന കുന്നുകളും മലകളും. വാവ്, സൂപ്പർ. ഇതാണ് ഇവിടുത്തെ സ്ഥിതിയെങ്കിൽ പൈതൽ മലയുടെ മറുകര എന്തായിരിക്കും സ്ഥിതി? നേരിട്ട് കണ്ടറിയാം അല്ലേ? ആ ഒരു ആകാംക്ഷയിലാണ് ഞങ്ങൾ. യാത്രകൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ റൂട്ടിലൊക്കെ ഒരു യാത്ര നടത്തി നോക്കണം. അത് നമ്മുടെ KSRTCയിലാണെങ്കിലുണ്ടല്ലോ, അത് വേറെ വൈബാണ്. ഈ റോഡ് കണ്ടോ? ഒരു വണ്ടിക്ക് പോകാനുള്ള റോഡിലൂടെയാണ് നമ്മുടെ KSRTC ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. KSRTCയെ നമുക്ക് ആനവണ്ടി എന്ന് വിളിക്കാനല്ലേ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ആനവണ്ടി എന്ന് തന്നെ സംബോധന ചെയ്യാം. നമ്മുടെ ആനവണ്ടിയിലെ യാത്രയാണ്. നമ്മളങ്ങനെ നമ്മുടെ ആദ്യത്തെ വ്യൂ പോയിൻ്റായ പൈതൽ മലയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പൈതൽ മലയ്ക്ക് പൈതൽ മല എന്ന് പേര് വരാൻ കാരണം അറിയാമോ? ഞാൻ പറഞ്ഞു തരാം. ഈ പൈതൽ മലയിൽ എങ്ങനെ പോകണം എന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ പറഞ്ഞു തരാം. പൈതൽ മലയുടെ ചരിത്രവും പൈതൽ മലയുടെ വിശേഷങ്ങളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് പറഞ്ഞു തരും. പക്ഷേ അത് ഈ എപ്പിസോഡിൽ കാണാൻ കഴിയില്ല കേട്ടോ. കാരണം നമ്മുടെ ഈ വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് വലുതാവും. കാണുന്നത് നിങ്ങൾക്ക് ബോറടിക്കും, ചെയ്യുന്ന എനിക്കും ബോറടിക്കും. അതുകൊണ്ട് നമ്മളിപ്പം പൈതൽ മലയിലോട്ട് എത്തിയെന്ന് തന്നെ പറയാം. പൈതൽ മലയിലെ ആ മനോഹരമായ കാഴ്ചകൾ നമുക്ക് അടുത്ത എപ്പിസോഡിലേ കാണാൻ പറ്റും. പൈതൽ മലയിലെ കാഴ്ചകൾക്കായിട്ട് കാത്തിരിക്കൂ. ഞങ്ങളവിടെ എത്തിയിട്ടോ. ടാറ്റാ, ബൈ ബൈ.